അധ്യാപികമാർ പ്രതികളായ വടകര MTMA കേസിൽ അന്വേഷണ സംഘം നിർണായക കണ്ടെത്തലുകളിലേക്ക്. കേസിലെ രണ്ടാം പ്രതിയായ കീർത്തനയാണ് മറ്റു പ്രതികളായ കാവ്യയെയും നിഷ്മയെയും ലഹരി ശൃംഖലയുമായി ബന്ധിപ്പിച്ചത്. കേസിലെ മറ്റൊരു പ്രതിയായ കുര്യാക്കോസിന് നിരവധി MTMA സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും കീർത്തന അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. സൈബർ സെല്ലിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഉൾപ്പെടെ വച്ചാണ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ കീർത്തനയെ വിശദമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഇതോടെയാണ് ഇടപാടിൽ കീർത്തനയ്ക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രതികളായ മറ്റ് രണ്ട് അധ്യാപികമാരായ കാവ്യ, നീഷ്മ എന്നിവരെയും ലഹരിക്കണിയിലെത്തിച്ചത് കീർത്തനയാണെന്നും സൂചനകളുണ്ട്. ഇവർ വിദ്യാർത്ഥികളെ ലഹരി ഇടപാടിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതും സംബന്ധിച്ചും വിശദമായ അന്വേഷണവും തുടരുകയാണ്. ഇതിനിടെ വടകര MDMA കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ഇരട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസ് മറ്റൊരു ലഹരി കേസിലും റിമാൻഡിലായി. പയ്യോളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാളെ റിമാൻഡ് ചെയ്തത്. ഈ കേസിലും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്യും. ജിജിലിന്റെ ബാങ്ക് അക്കൗണ്ട് വഴി നടത്തിയ ഭൂരിഭാഗം ഇടപാടുകളും ലഹരി കച്ചവടത്തിൻ്റെതാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഒട്ടേറെ പേർ ജിജിലുമായി ഇടപാട് നടത്തിയിട്ടുണ്ടെന്നും അതിലൊന്നു മാത്രമാണ് പയ്യോളിയിലെന്നുമാണ് പോലീസ് കരുതുന്നത്. അടുത്തിടെ MDMA പിടികൂടിയ കേസുകളിലെല്ലാം പോലീസ് തുടരന്വേഷണം നടത്തും. എവിടെ നിന്ന് ലഹരിമരുന്ന് ലഭിച്ചു, ആർക്കൊക്കെ പണം അയച്ചു എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ കേസുകൾക്ക് വടകര MDMA കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ജനം, കോഴിക്കോട്.